ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളോടൊപ്പം ചെലവഴിക്കുന്ന ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കും. അതുകൊണ്ട് ഈ സമയം ആ, വളരെ നന്നായി ശ്രദ്ധിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനമുള്ള ഒരു കാര്യമായിരിക്കും നമ്മൾ ഈ സന്ദേശത്തിലൂടെ നിങ്ങളോട് പറയുന്നത്. നമ്മൾ തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് സംശയങ്ങൾ, ചോദ്യങ്ങൾ, വർഷങ്ങളായിട്ട് ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ചോദ്യങ്ങൾ, എവിടെ നിന്ന് ഉത്തരം കിട്ടുമെന്നറിയാത്ത ചോദ്യങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ചില ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് ദൈവം നൽകുന്ന ഉത്തരങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ നന്മയുള്ളതാക്കി തീർക്കാനും കൂടുതൽ അനുഗ്രഹമുള്ളതാക്കി തീർക്കാനും ഇടയാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ സമീപിക്കണമെന്നാണ്. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുമ്പോൾ അതിനെ എങ്ങനെയാണ് കാണേണ്ടുന്നത് എന്ന് നമുക്കറിയത്തില്ല. പ്രശ്നങ്ങളുടെ മുമ്പിൽ നമ്മൾ സ്റ്റക്കായി പോവുകയും എന്ത് ചെയ്യണമെന്നറിയാതെ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. അത് മിക്കവാറും ഈ ആടിനെ പോലെയാണ്. എന്താണ് ആടിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ഈ ആടുകൾ വളരെ നിഷ്കളങ്കരാണ്. അവർക്ക് മുന്നിൽ എന്താ, വശത്തെന്താ, ഇതൊന്നും അറിയത്തില്ല. അവർ പച്ചല കാണുമ്പോൾ തുള്ളി ചാടി ഓടി വട്ടം ചുറ്റി ഇങ്ങനെ കറങ്ങുന്നൊരു സ്വഭാവമാണ് അവർക്കുള്ളത്. അപ്പം ഈ ആടുകൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അതിങ്ങനെ അതിനെ കെട്ടുന്ന ഭാഗത്ത് ഇങ്ങനെ കറങ്ങും, തുള്ളി ചാടി ഇങ്ങനെ കറങ്ങും. കറങ്ങിയിട്ട് അവസാനം കയറ് കുരുങ്ങും. കയറ് കുരുങ്ങുന്നത് കാണുമ്പോൾ അത് അഴിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വീണ്ടും കിടന്ന് ചുറ്റി കറങ്ങും. അവസാനം കയറ് കഴുത്തി ചുറ്റിയിട്ട് അത് അഴിക്കാൻ വയ്യാതെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പിന്നെ അതിൽ നിന്ന് അതുങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ചെന്നിട്ട് അതിനെ കയറ് അഴിച്ച് വിടണം. ഇതാണ് ആടിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അതായത് അഴിക്കാൻ ശ്രമിക്കും തോറും കുരുങ്ങുന്ന മുറിവുകൾ അല്ലെങ്കിൽ കെട്ടുകളായി മാറും. നമ്മുടെ ജീവിതത്തിലും ഇതേപോലെയാണ്. ചില പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മളൊരു പരിഹാരം കണ്ടെത്തും, ശ്രമിക്കും. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കായിരിക്കും നമ്മളെ കൊണ്ടെത്തിക്കുക. അവസാനം നമുക്ക് അതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ പ്രശ്നങ്ങളായി മാറുന്ന പല മനുഷ്യരെയും കണ്ടിട്ടുണ്ട്. ചില ആളുകളൊക്കെ ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ അഡിക്ഷനിലേക്കോ ഒക്കെ മാറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യമാണ് വായിക്കുന്നത്. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നെണ്ണുവിൻ. എന്നാൽ നിങ്ങളും ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ എന്ന് പറയുകയാണ് ഈ വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. അപ്പം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയാണ്. അതുകൊണ്ട് അതിനെ സന്തോഷമായി കാണണം. നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ പ്രശ്നങ്ങൾ എപ്പോഴും സന്തോഷമാണോ? പ്രശ്നങ്ങൾ ഒരിക്കലും സന്തോഷമല്ല. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് സങ്കടമാണ്, നെഗറ്റിവിറ്റിയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രശ്നങ്ങളെ സന്തോഷമായി കാണത്തില്ല, പ്രശ്നങ്ങളായി കാണും. അപ്പോൾ അത് കൂടുതൽ വലിയ പ്രശ്നങ്ങളായിട്ട് മാറും. അതാണ് പ്രശ്നം. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെ സന്തോഷമായി കാണണം. എന്തുകൊണ്ടാണ് അതിനെ സന്തോഷമായി കാണണമെന്ന് ബൈബിൾ പറയുന്നത്? അതിനെ സന്തോഷമായി കാണുന്നത് നമ്മളുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്നാണ് ബൈബിൾ പറയുന്നത് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ. അപ്പോൾ വിശ്വാസം
കർത്താവിലുള്ള വിശ്വാസം നമ്മളെ എല്ലാ പ്രശ്നങ്ങളും അതിജീവിക്കാൻ സഹായിക്കും. ഈ വിശ്വാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വിശ്വാസത്തിന് ആ, ആർക്കും കാണാൻ പറ്റില്ല. വിശ്വാസത്തിനെ ആർക്കും കാണാൻ പറ്റില്ല. വിശ്വാസത്തിന് രൂപമില്ല. വിശ്വാസത്തിന് ആകൃതിയും ഷേപ്പും ഒന്നുമില്ല. പക്ഷേ അത് ഒരുപക്ഷെ കാറ്റുപോലെയാണ്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നതാണ് വിശ്വാസം. പക്ഷേ വിശ്വാസത്തിന് ഭൗതിക ലോകത്ത് പോലും മാറ്റമുണ്ടാക്കാൻ സാധിക്കും. അതായത് വിശ്വാസം കൊണ്ട് ഏലിയ പ്രവാചകൻ 3 വർഷം മഴ പെയ്യാതിരുന്നിട്ടുണ്ട്. വിശ്വാസം കൊണ്ട് എരിഹോ മതിൽ തകർന്നു പോയിട്ടുണ്ട്. വിശ്വാസം കൊണ്ട് അങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങൾ നമുക്ക് നടന്നു. അതായത് പ്രകൃതിയിൽ പോലും ഒരു പ്രതിഭാസം ഉണ്ടാക്കാൻ വിശ്വാസത്തിന് കഴിയും. ഭൂഗുരുത്വ ബലവും അതേപോലെയാണ്. കാണാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല, പക്ഷേ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിലേക്ക് എല്ലാത്തിനെയും ആകർഷിക്കുന്നു എന്നുള്ളതാണ് ഭൂഗുരുത്വ ബലം പോലെ. ഭൂഗുരുത്വ ബലം ലോകത്തെ ഇത്രയും അതിശയിപ്പിച്ചെങ്കിൽ ഭൂഗുരുത്വ ബലത്തിനെ കുറിച്ചുള്ള കണ്ടെത്തലാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ ഊടും പാവും നെയ്തത്. അതാണ് എന്ന് പറഞ്ഞതുപോലെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എത്രമാത്രം വിശ്വാസമുണ്ട് എന്ന് അറിയാനായിട്ട്, നമ്മൾ എത്രമാത്രം കർത്താവിൽ വിശ്വസിക്കുന്നു, നമ്മുടെ വിശ്വാസം ഉറപ്പുള്ളതാണോ, നമ്മുടെ വിശ്വാസം പെരിഫറലാണോ, നമ്മളുടെ വിശ്വാസത്തിൻ്റെ ആഴം എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു പരീക്ഷയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ വിശ്വാസം പരിശോധിക്കപ്പെടുന്നുള്ളൂ. അപ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വെളിയിൽ കാണുന്നത്. സാധാരണ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് നമ്മൾ വിചാരിക്കുന്നത് ദാനധർമ്മങ്ങൾ ചെയ്യുക, സുവിശേഷ വേല ചെയ്യുക, ഇതൊക്കെയാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് നമ്മൾ കാണുന്നത് പൊതുവെ. എന്നാൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഇതൊന്നുമല്ല. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു ചലഞ്ച്, നമുക്കൊരു ജീവിതത്തിൽ ഒരു വെല്ലുവിളി ഉണ്ടാകുമ്പോൾ വിശ്വാസം ഉപയോഗിച്ച് ആ പ്രശ്നത്തെ നമ്മൾ എങ്ങനെ പരിഹരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നമുക്ക് പണം വേണം. പണമില്ലാതെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്ര വലിയ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ഡോക്ടറിനോ നേഴ്സിങ്ങിനൊക്കെ പഠിക്കുകയാണെങ്കിൽ ലക്ഷങ്ങളുടെ രൂപ വേണം. നമ്മുടെ കയ്യിൽ അതിനുള്ള പണവുമില്ല. പക്ഷേ നമ്മൾ വിശ്വാസത്തിൽ ദൈവം നമ്മളെ എങ്ങനെ സഹായിക്കുന്നു, ഈ പണമില്ലായ്മയെ എങ്ങനെ വിശ്വാസം കൊണ്ട് നമ്മൾ അതിജീവിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വീട്ടിലൊരു സഹോദരി ഒരുപാട്, ഇത് റിയൽ സംഭവമാണ്, ഒരുപാട് പൈസ അവരുടെ ബന്ധുമിത്രാദികളിൽ നിന്ന് കടമായിട്ട് വാങ്ങിയിരുന്നു. അതായത് അവരുടെ ബന്ധുക്കളുടെ ഓർണമെൻറ്റ്സ് വാങ്ങി പണയം വെച്ച് പണം ഉപയോഗിച്ചതാണ്. എന്നാൽ അവരുടെ മകളുടെ കല്യാണത്തിൻ്റെ സമയത്ത് ഈ പണം അവർക്ക് തിരിച്ചു കൊടുക്കണം. എന്നാൽ അവരുടെ കയ്യിൽ കൊടുക്കാൻ പണമില്ല. അവർക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ മടി, അവർക്ക് ആളുകളെ എന്ത് ചെയ്യും, കല്യാണമാണ്, കൊടുക്കാനും പറ്റില്ല, കൊടുക്കാതിരിക്കാനും പറ്റില്ല. അപ്പോൾ അവർ നമ്മളോട് ഈ പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അവരോട് പറയും, നിങ്ങൾ വിശ്വാസത്തോടെ ഇരിക്കുക, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല, ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും എന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആർക്കാണോ പണം കൊടുക്കാനുള്ളത് ആ വ്യക്തിയെ നിങ്ങൾ പോയി കാണണം എന്നവരോട് പറഞ്ഞു. അവർ പറഞ്ഞു, ഞാൻ എങ്ങനെ പോയി കാണും, അവരെന്തെങ്കിലും പറയും. പക്ഷേ നമ്മൾ പറഞ്ഞു, നിങ്ങൾ എന്തായാലും അവരെ പോയി കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ അവർ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ വീട്ടിൻ്റെ ഉടമസ്ഥ അവരോട് പറയാണ്, വരണം വരണം വരണം, നിങ്ങൾ വീട്ടിൽ വേഗം കയറിയിരിക്കുക, സന്തോഷമായിരിക്കുക, നിങ്ങൾ എന്താ ഇത്ര വൈകിപ്പോയല്ലോ, എന്താ വരാഞ്ഞത് പറഞ്ഞു. അത് സഹോദരി, പിന്നെ ഞങ്ങൾ ഒത്തിരി പൈസ നിങ്ങളുടെ നിന്ന് വാങ്ങിയിട്ടുണ്ടല്ലോ, ആ പണം ഇപ്പോൾ തിരിച്ചു തരാൻ പറ്റത്തില്ല, കൊച്ചിൻ്റെ കല്യാണമല്ലേ. ഉടനെ മറ്റേ സ്ത്രീ പറയുകയാണ് അവരോട്, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട, എൻ്റെ സഹോദരന്മാർ പുറത്തുള്ളവരൊക്കെ ഈ കല്യാണത്തിന് വേണ്ടി വീട്ടിലെ ആദ്യത്തെ കല്യാണമല്ലേ, അവരെല്ലാവരും കൂടെ ഒത്തിരി പണം കിട്ടും, നിങ്ങൾക്ക് തരാനുള്ള പൈസ നിങ്ങൾക്ക് പൈസ കിട്ടുമ്പോൾ തന്നാൽ മതി, നിങ്ങൾ തരാനുള്ള പൈസ നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നാൽ മതി. അതായത് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നത്തിന് പരിഹാരം നമ്മൾ വിചാരിക്കുന്നത് പോലെ ആണമെന്നില്ല.
അപ്പോൾ ആ ഫാമിലി വിചാരിച്ചത് ഈ പണം തിരിച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പണമാണ് വേണ്ടത്. പക്ഷെ ദൈവം അവർക്ക് പണം കൊടുത്തു വേറെ വഴിയിൽ. പക്ഷേ ഇവിടെ ദൈവം അവരുടെ മനസ്സിനെ കൊണ്ട് അവരോട് അങ്ങനെ പറയിപ്പിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു മിറക്കിളാണ്. ഒരു മനുഷ്യനും അങ്ങനെ പറയാൻ സാധ്യതയില്ല. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ വിശ്വാസവും പ്രാർത്ഥനയും ദൈവം കേട്ടു. ദൈവം അവർക്കൊരു പരിഹാരം കൊടുത്തു എന്ന് കാണുന്നതാണ് അതിലെ യാഥാർത്ഥ്യം. ദൈവമാണ് പരിഹാരം ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് നമ്മൾ കാണുന്ന പരിഹാരമല്ല ദൈവത്തിൻ്റെ പരിഹാരം. ദൈവത്തിനൊരു പരിഹാരമുണ്ട്. ആ പരിഹാരം എന്താണെന്ന് അന്വേഷിക്കുക, അതിനുവേണ്ടി കാത്തിരിക്കുക. ദൈവമേ, നീ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരണമെന്ന് ദൈവത്തോട് പറയുക. അപ്പോൾ ഇവിടെ ദൈവം ആ വ്യക്തിയുടെ കാര്യത്തിൽ അവരുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയാണ്. എൻ്റെ ദൈവം എനിക്കൊരു പരിഹാരം തരും. എൻ്റെ ദൈവം ആ കടബാധ്യത ഇപ്പോൾ കൊടുക്കേണ്ടതിൽ നിന്ന് ഒഴിവ് തരും. ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവില്ലാത്തവനല്ല. എൻ്റെ ജീവിതത്തിൽ എത്ര വലിയ അത്ഭുതവും ചെയ്യാൻ എൻ്റെ ദൈവത്തിന് പറ്റും. അവൻ ഈ പ്രപഞ്ചത്തെയും ഒക്കെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവമാണ്. എൻ്റെ പ്രശ്നം അവൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം തീർത്ത് തരുമെന്ന് അവൻ എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവൻ്റെ വാഗ്ദത്തത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ ദൈവം എന്നെ സഹായിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണം. ഇവിടെയാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. ഇവിടെയാണ് നമ്മൾ വിശ്വാസത്തിൽ ജീവിക്കുന്നത്. നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പം ഞാൻ ഉദാഹരണമായി പണത്തിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നമായിരുന്നാലും, പഠനത്തിൻ്റെ കാര്യമായാലും, തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യമായാലും, കുഞ്ഞുങ്ങളുടെ കരിയർ, ഭാവിയിൽ എന്ത് ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതായാലും, കോഴ്സുകൾ എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുന്നതായാലും എല്ലാം ദൈവേഷ്ടത്തിനനുസരിച്ചായിരിക്കണം. അപ്പോൾ ഇത്തരം സന്ദിഗ്ധ ഘട്ടങ്ങളിൽ നമ്മൾ എത്രമാത്രം ദൈവത്തെ മുൻനിർത്തി നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷകൾ വരുമ്പോൾ അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന കണ്ടെന്ന് അതിനെ അശേഷം സന്തോഷമെന്നെണ്ണണം. അതിനെ അശേഷം, പൂർണ്ണമായിട്ടും അതിനെ സന്തോഷമെന്ന് കാണണം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ സന്തോഷമാണെന്ന് കാണണം. അങ്ങനെ നമ്മൾ കണ്ടാൽ എൻ്റെ ദൈവത്തിനൊരു പരിഹാരം തരാൻ പറ്റും. അതാണ് ബൈബിൾ പറയുന്നത്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. മനുഷ്യന് സഹിക്കാൻ വയ്യാത്ത ഒരു പരീക്ഷണവും ഞാൻ നിനക്ക് തരികയില്ല. അഥവാ അങ്ങനെ ഒരു പരീക്ഷ ഉണ്ടായാൽ അതിനൊപ്പം ഞാനൊരു പോക്കുവഴി കൂടി നിങ്ങൾക്ക് നൽകിത്തരും. ഇതൊക്കെ ദൈവവാഗ്ദത്തങ്ങളാണ്. ആകയാൽ നിങ്ങൾ എന്തുടുക്കും എന്ത് കുടിക്കുമെന്ന് വിചാരപ്പെടരുത്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, സകലവും ഞാൻ നിങ്ങൾക്ക് നൽകിത്തരും. ഇങ്ങനെയുള്ള ദൈവവാഗ്ദത്തങ്ങൾ നമ്മൾ ആശ്രയിക്കുകയും പരിപൂർണമായി വിശ്വസിക്കുകയും ചെയ്യണം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഈ വിശ്വാസത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കി കാണണം. അപ്പോൾ ദൈവം നമുക്ക് മുന്നിൽ പരിഹാരം കൊണ്ടുവന്ന് തരുന്നത് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഈ വാക്യം തുടർന്ന് പറയുന്നത്, പരിശോധന, വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അതിനെ അശേഷം സന്തോഷമെന്നെണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്കു തികഞ്ഞ പ്രവൃത്തിയുണ്ടാകട്ടെ. നമ്മൾ വിശ്വാസത്തെ അങ്ങനെ കാണുവാണെങ്കിൽ നമ്മൾ ഒന്നിനും കുറവില്ലാത്തവരായിത്തീരും. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ, ദൈവത്തിൻ്റെ പരിഹാരത്തിലൂടെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിഹാരം കാണാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാത്തവരായിത്തീരും. ഒന്നിനും കുറവില്ലാത്തവരായിത്തീരും. പിന്നെ നിങ്ങൾ തികഞ്ഞവരാകും. നിങ്ങൾ തികഞ്ഞവരാകും. നിങ്ങൾ പരിപൂർണരാകും. നിങ്ങൾ നിറഞ്ഞവരാകും. സംതൃപ്തി കൊണ്ട് നിറഞ്ഞവരാകും. സന്തോഷം കൊണ്ട് നിറഞ്ഞവരാകും. സമാധാനം കൊണ്ട് നിറഞ്ഞവരാകും. രക്ഷയുടെ സന്തോഷം കൊണ്ട് നിറഞ്ഞവരാകും. സൗഹൃദങ്ങളാൽ സമ്പന്നരായിത്തീരും.
നിങ്ങൾ തികഞ്ഞവരായിത്തീരും. പിന്നെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. നിങ്ങൾ സമ്പൂർണരാകും. നിങ്ങൾ പൂർണ്ണതയുള്ളവരായിത്തീരും. സമ്പൂർണ്ണതയുള്ളവരായിത്തീരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമ്മൾ ദൈവത്തിൻ്റെ കണ്ണിലൂടെ, ദൈവത്തിൻ്റെ പരിഹാരത്തിലൂടെ കാണുമ്പോൾ നമ്മൾ ഒന്നിനും കുറവില്ലാത്തവരാകും, നമ്മൾ തികഞ്ഞവരാകും, നമ്മൾ സമ്പൂർണരാകും. തികഞ്ഞവർ എന്ന് വെച്ചാൽ പെർഫെക്റ്റ് എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ സ്വഭാവം കുറവില്ലാത്തതാവും, ക്രിസ്തുവേശുവിൻ്റെ ഭാവമുള്ളവരായിത്തീരും എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും, എൻ്റെ ജീവിതത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായത്? എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഈ കഷ്ടതയുണ്ടായത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, ഞാൻ എന്ത് കുറവ് ചെയ്തിട്ടാണ് എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടായത് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അതിനൊരു പരിഹാരം ഇവിടെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് നമുക്കറിയത്തില്ല. എനിക്ക് ഈ രോഗമുണ്ടായത് എന്തിനാണെന്ന് നമുക്കറിഞ്ഞൂടാ. പക്ഷെ നമ്മൾ വിചാരിക്കുന്നു, അയ്യോ എനിക്ക് രോഗം ഉണ്ടായിപ്പോയി എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇത്തരമൊരു പ്രശ്നമുണ്ടായതിന് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. അതെന്താണ് എന്ന് നമ്മൾ ദൈവത്തോട് തന്നെ ചോദിക്കണം. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് പറയുന്നത്, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് നമുക്കറിഞ്ഞുകൂടാ. നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ ദൈവത്തിന് അതറിയാൻ പറ്റും. നമ്മൾ അത് ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, എന്താണ് ഈ പ്രശ്നം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നമുക്ക് ഉത്തരം പറഞ്ഞു തരും. അത് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ സംശയിക്കുകയോ വിഷമിക്കുകയോ ഒറ്റപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ദൈവത്തിനോട് ചോദിക്കുക. ദൈവം അതിനുള്ള ഉത്തരം എന്താണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറഞ്ഞു തരുമെന്നാണ് പറയുന്നത്. ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. നമ്മൾ ദൈവത്തോട് യാചിക്കണം. നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം എന്താണെന്ന് അറിയാനായിട്ട് നമ്മൾ ദൈവത്തോട് യാചിക്കണം. അപ്പോൾ ദൈവം നമുക്ക് കാര്യങ്ങൾ വിവരിച്ചു തരും. ഈ പ്രശ്നം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായി. ഒരു രോഗം ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമുക്കൊരു ഒരു 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 ശ്വാസം മുട്ടലുണ്ടായെന്ന് വെച്ചു. നമുക്കറിയത്തില്ല എന്തുകൊണ്ടായിട്ടുണ്ടായെന്ന്. വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ കാരണം അന്വേഷിക്കുമ്പോൾ നമ്മൾ ഒരു പക്ഷേ പുകവലിക്കുന്നത് കൊണ്ടാണ് എന്ന് കണ്ടെത്തിയാൽ ആ പുകവലി ഉപേക്ഷിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ് ആ രോഗം എന്ന് കണ്ടാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു 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 ബഹിസ്ഫുരണമാണ് കാണുക. അപ്പോൾ നമ്മളത് മാറ്റുമ്പോൾ നമ്മൾ കുറവില്ലാത്തവരാകും. ഇങ്ങനെയാണ് ഇതിൻ്റെ പോക്ക്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായതെന്ന് ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നമുക്ക് കാണിച്ചു തരും. ഒന്നുകിൽ നീ അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പുകവലിച്ചത് കൊണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കാരണങ്ങൾ കാണിച്ചു തരാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ നമ്മൾ പക്ഷെ ചോദിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടി ചോദിക്കണം, സംശയത്തോടു കൂടി ചോദിക്കരുത്. സംശയത്തോടു കൂടി ചോദിച്ചാൽ അതിനെന്താ പറ്റുന്നത്? അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവരൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ചുലയുന്ന കടൽ തിരയ്ക്കു സമൻ. ദൈവം എന്നെ കരുതുന്നതാണോ? ദൈവം എന്നെ വിട്ടുകളഞ്ഞോ? ദൈവം എന്നെ സഹായിക്കുന്നില്ലേ? ദൈവം എന്നെ ഉപേക്ഷിച്ചോ എന്നുള്ള സംശയത്തോടു കൂടിയാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ കാറ്റ് അടിച്ച് ഉലയുന്ന കടൽ തിരയ്ക്ക് സമനാകും. നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മൾ വേവ്ഡ് ആയിക്കൊണ്ടേയിരിക്കും, നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഫോക്കസ് മാറും, നമ്മുടെ പർപ്പസ് മാറും, നമ്മുടെ സ്റ്റാൻഡ് മാറും, നമ്മുടെ റോൾ മാറും. നമ്മൾ ആരാണ്, നമ്മുടെ ദൗത്യം എന്താണ്, നമ്മൾ എന്താണ് ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ടതെന്ന് നമുക്കറിയാതായി പോവും. ഇങ്ങനെയുള്ള മനുഷ്യർ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇങ്ങനെ സംശയിക്കുന്ന മനുഷ്യർക്ക് കർത്താവിൽ നിന്ന് എന്തെങ്കിലും നേടാൻ കഴിയുമെന്ന് വിചാരിക്കരുത്. അത്
ഇരുമനുഷ്യരുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. രണ്ട് മനസ്സുള്ള മനുഷ്യൻ അവർ എല്ലാ വഴികളിലും സ്ഥിരതയില്ലാത്തവരാകും. അവർ മാറിക്കൊണ്ടേയിരിക്കും, അവർ ഓടിക്കൊണ്ടേയിരിക്കും. ഇതാണ് പലപ്പോഴും നമ്മൾ വരച്ച സർക്കിളിൻ്റെ നടുക്ക് പർപ്പസ് അല്ലെങ്കിൽ ഫോക്കസ് ശരിയാവുന്നില്ലെങ്കിൽ ഫോക്കസ് മാറിക്കൊണ്ടേയിരിക്കും. ചില ആളുകൾക്ക് അങ്ങനെയാണ്. ചില കുട്ടികളെ നമുക്ക് എളുപ്പത്തിൽ ഉദാഹരിക്കാം. ഒരു ചെറിയ പ്രായത്തിലായിരിക്കുമ്പോൾ അവർ വിചാരിക്കും അവർക്ക് ബസ്സിൻ്റെ ഡ്രൈവറായാൽ മതി. കാരണം അവർ കാണുന്ന ഹീറോ ബസ്സിൻ്റെ ഡ്രൈവറാണ്. പിന്നീട് കുറേ കഴിയുമ്പോൾ അവർ വിചാരിക്കും പോലീസ് ആകണമെന്ന്. അപ്പം അവർ കാണുന്ന ഹീറോ അതാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഫോക്കസ് മാറുമ്പോൾ എന്തു പറ്റും? നമ്മൾക്കൊരിക്കലും സ്ഥിരതയുണ്ടാവില്ല, സ്ഥിരോത്സാഹം ചെയ്യാനുള്ള സമയം ഉണ്ടാകത്തില്ല. കാരണം ഇന്ന് പോലീസാകാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കും, അതിനു വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ നടത്തും. നാളെ ക്രിക്കറ്റർ ആകണമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ കൂടുതൽ സമയം ക്രിക്കറ്റ് പരിശീലനത്തിന് വേണ്ടി സമയം ചിലവഴിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് മാറിയിട്ട് നമ്മൾ പറയും നമ്മുടെ ഫോക്കസ് ഞാനൊരു ഫിലിം ഡയറക്ടറായി തീരണമെന്ന് വിചാരിക്കും. അപ്പോൾ എന്തു പറ്റും? നമ്മൾ ശരീരം സൂക്ഷിക്കാനും ക്രിക്കറ്റ് പരിശീലിക്കാനും ഒക്കെ എടുത്ത സമയം അത്രയും നഷ്ടമായിപ്പോയി. അതേസമയം നമ്മൾ ഫോക്കസ്ഡായിട്ട് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് വളരാൻ പരിശീലിക്കാൻ സമയം കിട്ടും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഇരുമനസ്സുള്ള മനുഷ്യർ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരമാകുന്നു. ഫോക്കസ് മാറിക്കൊണ്ടിരുന്നാൽ നമ്മൾ സ്ഥിരതയില്ലാത്ത മനുഷ്യരായിത്തീരും എന്നാണ് പറയുന്നത്. 12-ാമത്തെ വാക്യം പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്തിൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവം പരീക്ഷിച്ചു എന്ന് വിചാരിക്കരുത്. പരീക്ഷകൾ നമ്മൾ സന്തോഷത്തോടെ അതിജീവിച്ചപ്പുറം ചെല്ലുമ്പോൾ കർത്താവ് നമ്മളെ തികഞ്ഞവനായി കാണും, പെർഫെക്റ്റായി കാണും. അപ്പോൾ നമുക്ക് ജീവകിരീടം ലഭിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ സ്ഥിരതയുണ്ടാകുന്ന പ്രവൃത്തി നമ്മളിലുണ്ടാകണം. നമ്മൾ ഒരിക്കലും പരീക്ഷകൾക്ക് മുമ്പിൽ തകർന്നു പോകരുത്. അത് നമ്മളെ തകർക്കാനല്ല, അത് നമ്മളെ വേദനിപ്പിക്കാനല്ല, അത് നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാനല്ല, അത് നമ്മളെ ഇല്ലാതാക്കാനല്ല. അത് നമ്മളുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയാണ്. അപ്പോൾ ആ വിശ്വാസത്തോടെ പ്രശ്നത്തെ പരിഹരിക്കുക. അപ്പോൾ ദൈവം പറയുന്നത്, ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് വിചാരിക്കരുത്. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല, ദൈവം ആരെയും ദോഷങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മൾ സ്വന്തം മോഹത്തിൽ ആശ്രയിക്കാതെ പരീക്ഷകളെ അതിജീവിക്കുന്ന വ്യക്തികളായി തീരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് മാറാതെ കർത്താവായ യേശുക്രിസ്തുവിൽ സ്ഥിരമായി വെച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളുടെയും ഒരു പ്രധാന കാരണമാണ് നമ്മുടെ സമീപനം. ആ സമീപനത്തെ മാറ്റാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഫോക്കസ് മാറി മറിഞ്ഞു പോകാതെ നിന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ പരീക്ഷണങ്ങളെ സന്തോഷമെന്ന് കണ്ട് അതിനെ അതിജീവിക്കുവാനുള്ള ശക്തി തരണമേ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വെളിച്ചമായി തീരണമേ. അങ്ങ് ഞങ്ങളെ വഴി നടത്തണമേ. അതിനായി ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കണമേ. ആമേൻ.